അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങള് അല്ലെങ്കിൽ താജ്മഹല് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നാണ് അല്ലെ? താജ്മഹൽ ഉണ്ടായിട്ടുള്ളത് ആരുടെ ചിന്തയിൽ നിന്നാണ്? ഷാജഹാൻ എന്ന വ്യക്തിയുടെ ചിന്തയിൽ നിന്നല്ലേ ഉണ്ടായിട്ടുള്ളത്? അതെ അതെ. അപ്പൊ എന്തൊരു അത്ഭുതം നടക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ക്രിയേഷൻ നമ്മുടെ ലോകത്ത് നടക്കണമെങ്കിലും അതൊരു വ്യക്തി ചിന്തിക്കണം ആദ്യം. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് അത്രയും പവർ ഉണ്ട്. എ മാൻ ഇസ് ദ റിസൾട്ട് ഓഫ് ഹിസ് തോട്ട്സ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് അവരുടെ ചിന്തകളുടെ റിസൾട്ടാണ്. എന്താണ് എന്താ അരുൾ കൃഷ്ണൻ സാർ എന്താണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്? കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയാതെ ചെയ്താണോ? കേൾക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനത്തെ ചിന്തയാണ് ഓരോ ദിവസം കൊണ്ട് നടക്കുന്നത്? രാവിലെ എണീക്കുമ്പോ നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തയാണോ വരുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തയാണ് ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. ആ ഫീലിങ്സ് അനുസരിച്ചുള്ള ആക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ആക്ഷൻ എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് രാവിലെ നിങ്ങൾക്ക് എങ്ങനത്തെ ചിന്തയായിരുന്നു? നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിച്ചത്? നിങ്ങൾ കൂടുതൽ ചിന്ത പോസിറ്റീവ് ആയിരുന്നോ അതോ നെഗറ്റീവ് ആയിരുന്നോ? കഴിയുന്ന ആൾക്കാരും വീഡിയോയിൽ വരുമോ? പോസിറ്റീവും ചിന്തിക്കും നെഗറ്റീവും ചിന്തിക്കും. നമ്മൾ രണ്ടും ചിന്തിക്കും. ഒരു മനുഷ്യനാകുമ്പോ രണ്ട് ചിന്തയും വരും. അതെ അതെ, യെസ് യെസ്. പക്ഷെ നമ്മൾ കൂടുതൽ ചിന്ത പോസിറ്റീവാക്കി നിലനിർത്തിയാൽ മാത്രമാണ് നമുക്ക് എന്തൊക്കെ ആഗ്രഹം ഉള്ളത് അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മളുടെ ഒരു കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെ തോട്ട്സ് എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള ഒരു ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. ആ ഫീലിങ്സ് അനുസരിച്ചുള്ള ആക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ആക്ഷൻ അനുസരിച്ചുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ കൂടുതൽ സമയവും നല്ല ചിന്തകൾ നിലനിർത്താൻ ശ്രമിക്കണം. അപ്പൊ തോട്ട്സ് അനുസരിച്ചാണ് നമ്മുടെ ഫീലിങ്സ് വരുന്നത്. ഇപ്പം ഈ ആപ്പിൾ മരത്തിൽ നല്ല ആപ്പിൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? സൗണ്ട് പ്രശ്നമുണ്ട്, കേൾക്കണില്ല ചില സമയത്ത്. ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇവിടെ പ്രശ്നമില്ല, ഇവിടെ ശരിക്കും കേൾക്കുന്നുണ്ട്. നമ്മളവിടെ കുഴപ്പമില്ല കേട്ടോ. ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ ആ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇവിടെ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരു മരത്തുമ്മല് നല്ല ഫലങ്ങൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൾ മരത്തുമ്മല് നല്ല ആപ്പിൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇലയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ല, മരത്തിനെയാണ്. മരത്തിന്റെ വേരുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വേരുകൾക്കല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴല്ലേ നല്ല ഫലങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ മനുഷ്യർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ചിന്തകളെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ സമയം നല്ല ചിന്തകൾ കൊണ്ട് നടക്കുക. മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ താജ്മഹൽ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ഈഫിൾ ടവർ, ദുബായിലെ ബുർജ് ഖലീഫ, പിന്നെ മലേഷ്യയിലെ പാട്നാസ് ടവർ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ന്യൂയോർക്ക്, ഇതൊക്കെ ലോകാത്ഭുതങ്ങളാണ്. ലോകത്തിലെ വലിയ വലിയ ക്രിയേഷൻസ് ആണ് അതൊക്കെ. റിയാദിലെ കിങ്ഡം ടവർ.
അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നാണ്. അപ്പൊ അവരെല്ലാ സമയത്തും കൂടുതൽ സമയവും അവർക്ക് എന്താണ് വേണ്ടത് അതിനെ പറ്റിയാണ് അവർ ചിന്തിച്ചിട്ടുള്ളത്. അവർ കൂടുതലായിട്ടും എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ പറ്റി നോക്കാം. മൈൻഡിന് 2 പാർട്സ് ഉണ്ട്, 2 ഭാഗങ്ങളുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡ്. ആ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 10% അതിന് റോൾ ഉള്ളത്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിന് 90% റോൾ ഉണ്ട്. ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് എണീറ്റിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മള് എന്താണ് പകലൊക്കെ ഉറങ്ങാത്ത സമയത്ത് വർക്ക് ചെയ്യുന്നതാണ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പൊ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് ആണ്. നമ്മളെ ബോധ മനസ്സ് എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് വായിക്കുന്നത്, എന്തൊരു കാര്യം നമ്മൾ ബോധപൂർവം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോഴും അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അത് എന്താണ് 90%, 90% പവർ ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ 10% ഉള്ളൂ. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് 90% പവർ ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എന്താണ് ഡൈജഷൻ, ഭക്ഷണം ദഹിക്കുന്നത് നമ്മൾ അറിയാറുണ്ടോ? നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. നമ്മൾ കണ്ണിങ്ങനെ ചിമ്മുന്നത് അതൊക്കെ നമ്മളെ കൺട്രോളുള്ള കാര്യങ്ങളല്ല. പിന്നെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ 90% പവർ ഉള്ളത് സബ് കോൺഷ്യസ് മൈൻഡിനാണ്. അപ്പൊ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ലോജിക് ആൻഡ് റീസണിങ് ആണ്. ലോജിക് ഒക്കെ ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ കോൺഷ്യസ് മൈൻഡ്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ല, അത് ചിന്തിക്കൊന്നുമില്ല. നമ്മൾ എന്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ചെയ്തു തരും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എന്താ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരു വലിയ കാര്യങ്ങള്, നമുക്ക് വലിയൊരു വീടുണ്ടാക്കാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ചെയ്തു തരും. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കുറെ പണം വേണം, വലിയ വീട് വേണം, വലിയ കാർ വേണം, അങ്ങനെ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് നമുക്ക് ചെയ്തു തരും. അത്രയും പവർഫുൾ ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യേണ്ടത് അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. The power to move the world is in your subconscious mind. ലോകത്തെ തന്നെ മാറ്റാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് പറ്റുന്നാണ് പറയുന്നത്. ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ കുറെ വിശ്വാസങ്ങളുണ്ട്, കുറെ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ടീച്ചേഴ്സിന് അവര് പറഞ്ഞ് കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെ കേട്ടിട്ട് നമുക്ക് നമ്മളെ മനസ്സിലൊരു കുറെ വിശ്വാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? ചില സമയത്ത് നമുക്ക് തോന്നുന്നത് നമുക്കൊരു കോൺഫിഡൻസ് കുറവാണ്, ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്ത വരാറുണ്ടോ? വരാറുണ്ട്. ഓക്കെ ഓക്കെ. ഇതൊക്കെ എന്താണ്? ഇതെങ്ങനെയാണ് ഈ ചിന്തകൾ വരുന്നത്? ഇതൊക്കെ നമ്മള് പല ആൾക്കാരും നമ്മളടുത്ത് പറഞ്ഞ കാര്യങ്ങള്, കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങള്, അതൊരു വിശ്വാസമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. To change anything about yourself, you have to change your beliefs. അപ്പൊ നമ്മളിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ വരുത്തണമെങ്കിൽ ഈ വിശ്വാസങ്ങളെ നമ്മൾ മാറ്റണം. കുട്ടിക്കാലം കുറെ വർഷങ്ങളായിട്ട് നമ്മളെ മനസ്സിൽ കിടക്കുന്ന ഒരു വിശ്വാസമാണ്, അത് മാറ്റാൻ കുറച്ചൊരു സമയം എടുക്കും. അപ്പൊ ആ ഒരു വിശ്വാസങ്ങളെ മാറ്റിയാൽ മാത്രമേ നമ്മളിൽ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. To change your beliefs, you must reprogram your subconscious mind.
ആ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ്, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു ആനയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നമ്മള് ചെറുപ്പത്തിലൊക്കെ ബുക്കിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഈ ആന കുട്ടിയായിരുന്നപ്പോ, കുട്ടിയാനായപ്പോ ആനനെ ചെറിയൊരു മരത്തിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആന ഇങ്ങനെ ആ ഒരു എന്താണ് കയറൊക്കെ എന്താണ് ആ കയറ് മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും. പക്ഷെ അന്നൊന്നും അതിന് സാധിക്കൂല. അങ്ങനെ ശ്രമിക്കുമ്പോഴെന്താണ് കാലുമലൊക്കെ മുറിയാവും, പിന്നെ അത് പഴുക്കാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ വേദന വരുമ്പം ആന ആ ശ്രമം ഒഴിവാക്കും. കുട്ടിയാനക്ക് മനസ്സിലാവും തന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടിയാന ആ ഒരു ശ്രമം ഒഴിവാക്കും. പിന്നെ എപ്പോഴും ഈ പാപ്പാൻ എന്താണ് ഈ കുട്ടിയാനയെ ഈ കയറുകൊണ്ട് കെട്ടിടും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആന വലുതായി. കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആന വലുതായപ്പോ എന്താ പിന്നെ ചങ്ങലക്ക് ഇടാൻ തുടങ്ങി. അപ്പോഴും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആന വലിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും സാധിച്ചിട്ടില്ല. ശരിക്കും ഈ ആന എത്ര വെയിറ്റ് ഉണ്ടാവും? ഭയങ്കര വെയിറ്റ് ഉള്ള, ഈ വലുതാവുമ്പോഴൊക്കെ ആനയ്ക്ക് ഭയങ്കര വെയിറ്റും ഹൈറ്റും ഒക്കെ അല്ലേ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആന ശരിക്കും നന്നായിട്ട് ശ്രമിച്ചാല് ആനയ്ക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പൊട്ടിക്കാൻ പറ്റും. അതെ, ആന ആഞ്ഞു വലിച്ചാല് ആ ചങ്ങല മാത്രല്ല, ആ മരം തന്നെ പിഴുതെടുക്കാൻ സാധിക്കും. പക്ഷെ ആനയ്ക്ക് എന്താണ് മനസ്സിൽ ആ കുട്ടിക്കാലം മുതൽ ആ ഒരു ബിലീഫ്സ്, ആ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് തന്നെ കൊണ്ട് ഒരിക്കലും അത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ആന അത് ശ്രമിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യം. നമുക്കും പല വിശ്വാസങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ അത് മറ്റുള്ളവരെ പോലെ അത്രയും ശരിയാവൂല, ഇങ്ങനെ പല വിശ്വാസങ്ങളും നമ്മളുള്ളതുകൊണ്ട് എന്താണ് നമ്മൾ പല കാര്യങ്ങളും ശ്രമിക്കാറില്ല. അതല്ലേ ശരി? നമുക്ക് എല്ലാവർക്കും നല്ല എനിക്കത് കഴിയൂല എന്നുള്ള അതന്നെ. അതെ, പക്ഷെ നമുക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ട്, നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ശരി. Whatever we plant in our subconscious mind and nourish with repetition and emotion will one day become a reality. അപ്പൊ നമ്മൾ കുറെ കാലം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില്, അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് കുറെ കാലം നമ്മൾ ചെയ്യുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. അത് കുറെ കാലം അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഇമോഷൻസും ഒരു ഫീലിങ്സും കൊടുത്ത് നമ്മൾ എപ്പോഴും അതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതൊരു റിയാലിറ്റി ആയിട്ട് മാറും. അത് നല്ല കാര്യങ്ങളാണെങ്കിലും മോശ കാര്യങ്ങളാണെങ്കിലും കുറെ കാലം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അതായിരിക്കും നമ്മളുടെ റിയാലിറ്റി. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ, ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം പോലെയാണ്. അപ്പൊ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം. അവിടെ എന്താണ് ചപ്പു ചവറുകളോ അല്ലെങ്കിൽ വേസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഭംഗിയുള്ള പൂന്തോട്ടം. അത് നമുക്ക് ആലോചിക്കുമ്പോ തന്നെ ഒരു സന്തോഷം തോന്നില്ലേ? യെസ്. അപ്പൊ നമ്മുടെ മനസ്സും ഓക്കെ താങ്ക് യു സർ. അപ്പൊ നമ്മളുടെ മനസ്സും ഈ പൂന്തോട്ടത്തെ പോലെ നിലനിർത്തണം. നമ്മുടെ മനസ്സിൽ പക്ഷെ കുറെ കളകളൊക്കെ ഉണ്ടാവാം. ഈ കളകൾ അല്ലെങ്കിൽ വീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ഈ ചപ്പു ചവറുകള്, വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ്സ് ഇല്ലേ മാഡം? നെഗറ്റീവ്സ് ഉണ്ട്. നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നത്, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കുള്ള ദേഷ്യം, പക, അസൂയ, ഇതൊക്കെ നമ്മളുടെ എന്താണ് ഈ കളകള്. നമ്മൾ ഈ നല്ല ഭംഗിയുള്ള പൂന്തോട്ടത്തില് മനസ്സില് സർ പറയും. മ്യൂട്ട് ചെയ്യോ?
ഹലോ യെസ്. പറഞ്ഞോളൂ. കോ-ഹോസ്റ്റ് ആക്കോ? yes, yes. അപ്പൊ നമ്മളെ മനസ്സ് ഇങ്ങനെ പൂന്തോട്ടം പോലെ നല്ല ഭംഗിയിൽ നിലനിർത്തണം എന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് സാധിക്കാറില്ല, അല്ലേ? അതെ. യെസ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇവിടെ കേൾക്കണം, ഇവിടുത്തെ കുഴപ്പം. അപ്പൊ ഓക്കെ. yes. അപ്പൊ നമ്മളുടെ മനസ്സിലെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ കളകള് എന്താണ്? ഈ ചപ്പു ചവറുകളൊക്കെ ഉള്ള നമ്മളെ ഈ ഗാർഡനിലുള്ള ചവറുകളൊക്കെ അതുപോലത്തെ സംഭവങ്ങൾ എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? ഓവർ അറ്റാച്ച്മെന്റ്. ചില വ്യക്തികളോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. പിന്നെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വരും മാഡം. എന്താണ് മനസ്സിൽ കിടക്കുന്നേ ഈ കഴിഞ്ഞു പോയത് ഇത് പൊങ്ങി വീണ്ടും മേലിലോട്ട്. ഓക്കെ ഓക്കെ. യെസ് യെസ് യെസ്. എന്നുവെച്ചാൽ നമ്മളാ കരിയിലകള് കണ്ടിട്ടില്ലേ? ഇങ്ങനെ വീഴും, ഇല മേലൂടെ വീഴും. ഈ കരിയില പിന്നെ കുറെ കഴിയുമ്പോൾ ഇത് അഴുവി താഴെ പോകും, എങ്കിലും വീണ്ടും അത് പൊന്തി വരുന്ന. യെസ് യെസ്. അതെ മനസ്സെപ്പോഴും ചവറ് പോലെ. അതെ. അത് മാറ്റാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ആങ്കർ, ദേഷ്യം, റിവെഞ്ച്, വേറെ ആൾക്കാരുടെ അടുത്തുള്ള പ്രതികാരം, നമുക്ക് പ്രതികാര മനോഭാവം ഉണ്ടാവും. ജലസി എന്ന് പറയുമ്പോ അസൂയ, പിന്നെ കുശുമ്പ്. ഡിസ്ഹോണസ്റ്റ് എന്ന് പറയുമ്പോ എന്താണ്? രോഗഭീതി വരും, നിർബന്ധ പ്രേരണ, അങ്ങനെയൊക്കെ. ഓക്കെ. ഫ്രസ്ട്രേഷൻ, നമുക്കിങ്ങനെ ഒരു ദേഷ്യം പോലൊക്കെ വരുന്നത്. ഹേട്രഡ്, പിന്നെ അതുപോലെ തന്നെ ഫിയർ, പേടി, ഷൈനസ്, പിന്നെ കുറ്റബോധം. യെസ് യെസ്, കുറ്റബോധം. ഇതൊക്കെ നമ്മളെ മനസ്സിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയാലാണ് നമുക്ക് നമ്മളുടെ പവർ പിന്നെ വിഷാദം വരും. ചില ഭയങ്കര വിഷാദമായിരിക്കും മേഡം. എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു തോന്നൽ. യെസ്, അതെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മളെ മനസ്സിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിന് പവർ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കാൻ? യെസ് യെസ്. അപ്പൊ അതിനുള്ള കുറെ ടെക്നിക്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫോർഗീവ്നെസ്. മരുന്ന് വേണ്ടല്ലോ മേഡം? മരുന്നൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടത്? പറയാൻ പോവാണ്. ഫോർഗീവ്നെസ്. ആദ്യത്തെ കാര്യമാണ് ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? പുറത്തു കൊടുക്കുക. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് വേറെ ആൾക്കാരുടെ അടുത്തുള്ള പകയും, വേറെ ആൾക്കാർ ഇപ്പൊ നമ്മളടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളായിട്ട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ നമ്മളുടെ സ്വത്ത് കൈക്കലാക്കി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് അവരോട് പുറത്തു കൊടുക്കാൻ സാധിക്കാറുണ്ടോ? യെസ്. അങ്ങനെ ആരും മുതലൊന്നും ഇപ്പൊ നമ്മളെ മുതലാരും കൈക്കലാക്കിയിട്ടില്ല. എന്നാലും നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കി, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് എന്തെങ്കിലും നിങ്ങളെ ഒരു വഞ്ചന, എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കാറുണ്ടോ? ചില സമയത്ത് ഉണ്ട്, നമ്മള് വിട്ടുവീഴ്ച ചെയ്യും. അതിന്റെ ഒരു ഇതല്ലേ. അതെ അതെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഫോർഗീവ്നെസ് ആണ്. നമ്മൾ പുറത്തു കൊടുക്കുക. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും, അവനെ എന്റെ അടുത്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തിനാ പുറത്തു കൊടുക്കുന്നേ? അവരല്ലേ എന്റെ അടുത്ത് തെറ്റ് ചെയ്തത്, നമ്മളെന്തിനാ നമുക്ക് പുറത്തു കൊടുക്കേണ്ട കാര്യം എന്താണ്? അവനല്ലേ എന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഔദാര്യമല്ല, അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവനടുത്ത് നമുക്ക് ഭയങ്കര ദേഷ്യമുണ്ട്,
അപ്പൊ അവനെ കാണുമ്പോൾ എറിയാനായിട്ട് നമ്മള് കയ്യില് ഒരു തീ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. തീയുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോ നമ്മള് ചൂട്ട് അതിലൊക്കെ അങ്ങനെ അത് തീ ഗോളം അതൊക്കെ പിടിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളെ കയ്യല്ലേ കൊള്ളുക. യെസ്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ പുറത്തു കൊടുക്കാതെ നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കുറെ കാലം പുറത്തു കൊടുക്കാതെ നടക്കുമ്പോ നമ്മളെ മനസ്സാണ് ശരിക്കും വേദനിക്കുന്നത്. അവര് ശരിക്കും അത് അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ ഇത് ആലോചിച്ച് ഇങ്ങനെ വേസ്റ്റ് ആക്കും. അപ്പൊ ഈ ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്വയം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എല്ലാ ദിവസവും രാത്രി നമ്മൾ കുറച്ച് സമയം ഈ ഫോർഗീവ്നെസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. എന്താണ്? എത്ര മിനിറ്റ്? ഇതിനൊരു പ്രാക്ടീസ് ഉണ്ട്. ഇതിന് കുറച്ച് നമ്മളൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ച് സമയം കണ്ടെത്തണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവരുടെ അടുത്ത് എത്ര ദേഷ്യം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു 1 മുതൽ 10 വരെയുള്ള സ്കെയിലില് നമ്മൾ എത്ര ദേഷ്യം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഏകദേശം നല്ല ദേഷ്യം ഉണ്ട് എങ്കിൽ 9 or 10 ഒക്കെ ആയിരിക്കും. അതിലേറെ കുറച്ചും കൂടെ കുറവ് ദേഷ്യമാണെങ്കിൽ നമ്മൾ 7, 8 അങ്ങനെയൊക്കെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ദേഷ്യമുള്ള ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരടുത്ത് നിങ്ങൾക്ക് എത്ര ദേഷ്യമാണുള്ളത്? നിങ്ങൾക്കത് ആലോചിക്കുമ്പോ ഏകദേശം പറയാൻ പറ്റും. നല്ല കൂടുതലായല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ഫോർഗീവ്നെസ് തെറാപ്പി നമ്മൾ കുറച്ചു കാലം അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് അവരുടെ അടുത്ത് പുറത്തു കൊടുക്കാൻ സാധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ് ആണ്. ഇത് നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഇഫ് യു റിയലി വാണ്ട് ടു ലവ് വി മസ്റ്റ് ലേൺ ഹൗ ടു ഫോർഗീവ്. അപ്പൊ നമ്മൾ ശരിക്കും എന്താ സ്നേഹിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ പുറത്തു കൊടുക്കാൻ പഠിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഇതിൽ രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞത അറിയിക്കാം. ആരോടും ആവാം. ഇപ്പൊ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, നമുക്ക് കുറെ ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷെ കൂടുതൽ സമയം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇല്ലാത്ത കാര്യത്തെ കുറിച്ചാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ പറ്റിയാണോ ആലോചിച്ചത്, അതോ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണോ? നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ചായിരിക്കും, പക്ഷെ എപ്പോഴും നമ്മുടെ ചിന്ത ആ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. വീട്, ജോലി, ആരോഗ്യം. എന്താണ്? വീട്, ആരോഗ്യം, ജോലി. യെസ്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളത്. നമ്മളൊരു മിനിമം ഒരു 10 എഴുതണം എല്ലാ ദിവസവും. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അപ്പൊ നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളൊന്ന് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അത് ശരിക്കും ഫീൽ ചെയ്യണം. എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള 10 കാര്യങ്ങൾ, 10 ഇഷ്ടമുള്ള 10 കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, അതുപോലെ നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് നന്ദി പറയാം, നമ്മളെ സഹായിച്ച ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ നമുക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, നമുക്ക് എന്തിനോടും നന്ദി പറയാം. അപ്പൊ 10 എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താ ജോലിക്ക് പോകാനുണ്ടോ? 5 മണിക്ക് പോവോ ജോലിക്ക്? വന്നിട്ട് രാത്രി എഴുതിയാൽ മതി. അപ്പം രാവിലെ സമയമില്ലെങ്കിൽ രാത്രി വന്നിട്ട് എഴുതിയാൽ മതി, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എഴുതിയാൽ മതി. അപ്പൊ നാളെ രാവിലെ എണീക്കുമ്പോ എല്ലാരും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് എന്താണ്, അത് ശരിക്കും ഫീൽ ചെയ്യണം.
നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നടന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ആകെ സാധിച്ചെന്നോ? എന്താണ്? നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചെന്നോ? യെസ് അതെ. പിന്നെ നമുക്ക് മസാര ഇമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ എക്സ്പെരിമെന്റ് ആണ്, വെള്ളത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോ മസാര ഇമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഡോക്ടറാണ്. അദ്ദേഹം വെള്ളത്തിലാണ് കുറെ വർഷം, ഒരു 30 വർഷത്തോളം ഈ ജലത്തിന്റെ കണികകൾ കൊണ്ടാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. അതിലാണ് കുറെ കാലം പഠനം നടത്തിയത്. അപ്പൊ ഇതിന്റെ പഠനം നല്ല രസമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഒന്ന് കാണിക്കാം. വേറെ സൗണ്ടാ കേൾക്കുന്നത്. എന്താ കാണില്ല? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇതിലെന്താ ഡോക്ടർ ചെയ്തത്? ഡോക്ടർ 2 റൂമിലായിട്ട് 2 കണ്ടെയ്നർ, 2 പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചു അടുത്തടുത്ത റൂമില്. ഒരു റൂമിലെ വെള്ളത്തിനോട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. താങ്ക് യു, ലവ് യു, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. മറ്റേ റൂമിലെ വെള്ളത്തിനോട് മോശമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത്. അപ്പൊ ആ ക്രിസ്റ്റൽസിന്റെ അത് കണ്ടോ? ഷേപ്പ് നിങ്ങൾ കണ്ടോ? അതെ. അപ്പൊ ആ ക്രിസ്റ്റൽ ആ വെള്ളത്തിന്റെ മോളിക്യൂൾ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ചപ്പോ നോക്ക്, അതിലുള്ള ഒരു ക്രിസ്റ്റൽസിന്റെ ആ ഷേപ്പിലുള്ള വ്യത്യാസം. ഇപ്പൊ സെൽഫ് ലവ്, ബ്യൂട്ടി, ഗുഡ് ജോബ്, നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്.
ഹാപ്പിനെസ്, ഇങ്ങനെ നല്ല കാര്യങ്ങൾ, നല്ല വാക്കുകൾ പറഞ്ഞപ്പോ ആ ക്രിസ്റ്റൽസ് എന്ത് ഭംഗിയാ കാണാന്. പക്ഷെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞപ്പോ Yes. യു ഫൂൾ, ഐ വിൽ കിൽ യു, ഇങ്ങനത്തെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞപ്പോ ആ ക്രിസ്റ്റൽസ് കണ്ടോ ഒരു ഭംഗിയില്ല അല്ലെ? Yes. ആ യെസ്. Yes. അപ്പൊ എന്താണ്, നമ്മുടെ ശരീരത്തിലെ 75% വെള്ളാണ്. 75 മുതൽ 80% വെള്ളാണ്. അപ്പൊ ഈ വെള്ളത്തിന് എന്താണ് പ്രതികരണ ശേഷി ഉണ്ട് എന്നാണ് പറയുന്നത്. നല്ല വാക്കുകൾ പറയുമ്പോൾ നല്ല ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയും മോശം വാക്കുകൾ പറയുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത ക്രിസ്റ്റലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കുള്ള പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായോ? Yes. യെസ്. നല്ല വാക്കുകൾ പറയുമ്പോ നല്ല ഇത് വരും. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരും. ഓക്കെ. യെസ്. വരും. അപ്പം ഈ വെള്ളം കുടിക്കുമ്പോ പോലും നമ്മൾ നല്ല ചിന്തകൾ കൊണ്ട് നടക്കണം എന്നാ പറയണത്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക ചെയ്യുമ്പോ നമുക്ക് എന്തൊക്കെയാ ലൈഫിൽ വേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അതൊക്കെ നമ്മളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്ത് വരും. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പകൽക്കിനാവ് കാണുകയാണ്. പകൽക്കിനാവ് നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഇന്നിങ്ങനെ ചിന്തിക്കും, ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് നേടിയെടുക്കാൻ കഴിയുക, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തക്ക് ചിലപ്പോൾ നമ്മൾ വെറുതെ ചിന്തിക്കും. അപ്പൊ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പകൽക്കിനാവ് കാണാണ്. നമുക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്, നമ്മൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക. അത് നമ്മളിങ്ങനെ മനസ്സിലോട്ട് ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവരിക. അതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ അതൊക്കെ വരും. ഇത് കുറെ പേർക്ക് അവരുടെ ലൈഫിൽ അനുഭവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ രാവിലെ കുറച്ച് സമയം നിങ്ങൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് എങ്ങനത്തെ ലൈഫാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെ വീടാണ് വേണ്ടത്, എങ്ങനത്തെ കാറാണ് വേണ്ടത്, അതൊക്കെ നിങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ ജോലി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ അതിലേറെ ഒരു മികച്ച ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി എങ്ങനത്തെ ജോലി ആയിരിക്കണം, അതൊക്കെ കുറച്ചു നേരം ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണണം. അപ്പൊ അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു മെന്റൽ ടെക്നിക്കാണ്. നമുക്ക് എന്താണ് ആഗ്രഹമുള്ളത്, നമുക്ക് എന്ത് ഗോൾസ് ആണ് നേടേണ്ടത്, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ അത് നമ്മളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്ത് വരും. പിന്നെ നമ്മൾ അഫർമേഷൻസ് യൂസ് ചെയ്യണം. പിന്നെ അടുത്തൊരു സ്റ്റെപ്പാണ് അഫർമേഷൻസ്. പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യാം. നമ്മൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയാം. രാവിലെ തന്നെ എനിക്കത് കഴിയും, ഐ എം വെരി കോൺഫിഡന്റ്, ഐ എം സ്ട്രോങ്, ഐ എം വെരി ഹെൽത്തി, ഇങ്ങനത്തെ അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോ അതെ നമുക്കിപ്പോ കുറച്ച് ഹെൽത്ത് കുറവാണെങ്കിൽ പോലും ഐ എം വെരി ഹെൽത്തി എന്ന് പറയുമ്പോ നമ്മളെ ഹെൽത്ത് ബെറ്റർ ആവും, നമ്മളെ ആരോഗ്യം കുറച്ചും കൂടെ നല്ലതാവും. അപ്പൊ എപ്പോഴും അഫർമേഷൻസ് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഐ വിൽ നോട്ട് സ്മോക്ക്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കലും ഇനി വലിക്കില്ല എന്നല്ല പറയേണ്ടത്. അത് എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് വാക്കാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ പറയേണ്ടത്. എപ്പോഴും പോസിറ്റീവ് വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ കുറച്ച് ഒരു 10 അവിടെ ഒരു സംശയം അവിടെ ഒരാള് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി അത് ഇനി ഞാൻ വലിക്കൂല എന്ന് പറഞ്ഞ് അതാണ് ഒഴിവാക്കലല്ലോ അവന്റെ ശരീരത്തിന് നല്ലത്. അതെ അതെ അതെ, അത് ഒഴിവാക്കുക. പിന്നെ ആ ഒരു സിഗരറ്റ് വലിക്കുക അതിനെ പറ്റി പറയണ്ട. നമുക്ക് നല്ല കാര്യങ്ങൾ എന്താ ചെയ്യുന്നത് അതാണ് നമ്മൾ പറയേണ്ടത്. സ്മോക്ക് ചെയ്യൂല എന്നൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അത് വലിക്കാനുള്ള ഒരു
ടെൻഡൻസി കൂടുക ചെയ്യാം. നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പറയാം. യെസ് യെസ്. അപ്പൊ ഒരു 10 കാര്യങ്ങൾ, നമ്മളൊരു 10 അഫർമേഷൻ എങ്കിലും രാവിലെ പറയണം. യെസ്. ഓക്കെ. പിന്നെ അടുത്തത് മെഡിറ്റേഷൻ ആണ്. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കുറച്ച് സമയം നമ്മളിങ്ങനെ നമ്മുടെ ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കണം. ആദ്യം തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോ നമുക്ക് എന്താണ് നല്ലൊരു ഹാപ്പിനെസ്, നമുക്ക് നമ്മുടെ എന്താണ് ചിന്തകളിലൊക്കെ ഒരു കൺട്രോൾ വരും. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഉണ്ട് മാഡം, ഉണ്ട്. ആ ഓക്കെ ഓക്കെ, ഗ്രേറ്റ് സിന്ധു മാം. മെഡിറ്റേഷൻ ഒന്ന് മ്യൂട്ട് ചെയ്യോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് വരുന്നു. ആ യെസ് യെസ്. അപ്പൊ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡാണ് മെഡിറ്റേഷൻ. നമ്മൾ കുറച്ചു നേരം നമ്മുടെ തോട്ടില്, നമ്മുടെ എന്താണ് ചിന്തകളിലൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി. കുറച്ചു നേരം നമുക്ക് പല ചിന്തകൾ വരും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കുറെ കഴിയുമ്പോ എന്താണ് നമുക്ക് നമ്മളെ ചിന്തകളില് എന്താണ് കൺട്രോൾ വരികയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മളെ ചിന്ത. ഇപ്പൊ നമുക്ക് പല ചിന്തകൾ വരും അല്ലെ, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടൊക്കെ പല ചിന്തകൾ വരും. പക്ഷെ കുറെ കാലം നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതൽ. അപ്പൊ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് 2 നേരം മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയും ആവാം. ചില ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഈ മെഡിറ്റേഷന് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ മനസ്സിന്റെ ക്ലാരിറ്റി കൂടും. നമ്മളുടെ മനസ്സിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് പറഞ്ഞല്ലോ നേരത്തെ, കുറെ കളകൾ ഉണ്ട് പറഞ്ഞല്ലോ. അതൊക്കെ ഒഴിവാക്കാനുള്ള നല്ലൊരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ പ്രായം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ചെറുപ്പം നിലനിർത്താനും നല്ലൊരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്തൊരു ടെക്നിക്കാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ലൈഫിൽ വേണ്ടത് അതിന്റെയൊക്കെ ഇമേജസ്, അതിന്റെയൊക്കെ ചിത്രങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ ആ ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുക. നിങ്ങൾ ഇത് ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്ക് നല്ലൊരു കണ്ടിട്ടുണ്ട്, പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വെരി ഗുഡ് സർ. യെസ് യെസ്. അപ്പൊ നമുക്ക് എന്താണ് നല്ലൊരു ഫാമിലി വേണം, നല്ല ബോണ്ടിങ് ഒക്കെ ഉള്ള ഫാമിലി വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പിക്ചർ ഒട്ടിക്കാം. പിന്നെന്താ, നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു അതിനനുസരിച്ചുള്ള പിക്ചർ ഒട്ടിക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളത് അതൊക്കെ അതിന്റെ ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചു വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ആയിട്ടും ചെയ്യാം. ഇപ്പൊ ക്യാൻവ പോലുള്ള ആപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതിൽ ചെയ്തിട്ട് നമുക്ക് എന്താണ് മൊബൈലിൽ നമുക്ക് വാൾപേപ്പർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് കാണുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിലോട്ട് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്ത് വരും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ ടെക്നിക്സ് ആണുള്ളത്? മനസ്സിലെ ഇമ്പ്യൂരിറ്റീസ് കളയാൻ വേണ്ടിട്ട് നമുക്ക് അടുത്തത് എന്താണ്? അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. യെസ്. പിന്നെന്താ? വിഷ്വലൈസേഷൻ. യെസ്, വിഷ്വലൈസേഷൻ. പിന്നെ നമുക്ക് അഫർമേഷൻസ് പറയാം. മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. യെസ്. അപ്പൊ നമ്മൾ ഈ ഒരു 21 days പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട്
ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് പറഞ്ഞാല് നാളെ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ടും ചെയ്യാം. നിങ്ങൾ ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഓക്കെ ആണോ? നിങ്ങൾക്ക് നന്ദിയുള്ള ഒരു 10 കാര്യങ്ങൾ, നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു 10 എഴുതുക. ഓക്കെ ആണോ? നിങ്ങള് ഓക്കെ ഓക്കെ. യെസ് യെസ്. അപ്പൊ അതൊരു ശീലമാക്കി മാറ്റാനാണ്. അപ്പൊ നമ്മൾ ഈ ഓക്കെ 10 കാര്യം 10 കാര്യങ്ങൾ എഴുതുക. ഒന്ന് മ്യൂട്ട് ചെയ്യും, ആരുടെ സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ 21 ഡേയ്സ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ 12-ാം തീയതിയാണ് നമുക്ക് 21 ഡേയ്സ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അടുത്ത ബാച്ച്. അപ്പൊ നമ്മൾ അതിൽ ഇത് ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇതിലുള്ള ഓരോ ടെക്നിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഒരു കുറെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് നമുക്കൊരു ശീലമായിട്ട് മാറുന്നതും നമ്മൾ ശരിക്കും നല്ല പവർഫുൾ ആവുന്നത്. ഇപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ കുറെ നെഗറ്റീവ് ചിന്തകളൊക്കെ വരും, നമ്മൾ കുറെ സമയം വെറുതെ കളയും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മളെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് വരും. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നത്? ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരുന്നത് തോന്നുന്നത്? യെസ് യെസ്, താങ്ക് യു സർ. യെസ് യെസ്. എനിക്കുണ്ട് മാഡം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. അപ്പം ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ ടീമിന്റെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് തരാം. നമ്മളിങ്ങനെ കുറെ ആൾക്കാരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തണം. ഇങ്ങനത്തെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മളുടെ ഒരു ശരിക്കും പവർ നമുക്ക് അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്. അപ്പം ഓക്കെ ഓക്കെ. നമ്മുടെ റൂമിൽ ഒരാൾ ചേരുന്നുണ്ട്, ഞാൻ പുള്ളിയെ കാണിക്കാം. ഓക്കെ സർ. ഹലോ സർ. ഹലോ, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് മാം. എന്താണ് ഓക്കെ 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 സർ. അപ്പം സാധാരണ നമ്മൾ 5000 റുപ്പീസ് വെച്ചിട്ടാണ് ഈ കോഴ്സ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കണം വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ഒരു 1000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 1000 റുപ്പീസിൽ അതെ അതെ 21 ഡേയ്സ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ എത്ര പേര് ജോയിൻ ചെയ്യുന്നുണ്ട്? ഒന്ന് ചാറ്റിലിട്ടു. എത്ര പേർക്ക് ജോയിൻ ചെയ്യാൻ? ഓക്കെ ഓക്കെ. വേറെ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്? എനിക്ക് താല്പര്യമുണ്ട് മാഡം. ഓക്കെ ഓക്കെ. നിസാർ സാറ്, സിന്ധു മാഡം, പ്രേം സാർ. പ്രേം സാർ ആണോ? സാറിന്റെ പേരെന്താണ്? പ്രേം സാറിന്റെ കൂടെയുള്ള സാർ. പ്രേം സാറ്. പിന്നെ ബിന്ദു മാം. പിന്നെ സാറിന്റെ പേരെന്താണ്? സാറിന്റെ പേര് അഷ്റഫ് സാറാണോ? അഷറഫ് എന്റെ പേര്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലെ? ഗ്രൂപ്പിലുണ്ട്. പുതിയ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പൊ അതിൽ അറിയിക്കാം നിങ്ങൾ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെയും കൂടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഉണ്ട് ക്ലാസ്. നമുക്ക് നാളെ വേറെ ടോപ്പിക് ആയിട്ട് വരാം.
അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ എല്ലാവരും സമയത്ത് തന്നെ വരണം. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. Okay, thank you. Good night. Good night.